യൂണിറ്റ് 1 ആഹാരത്തിലൂടെ ആരോഗ്യം ഭാഗം 1. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ആരോഗ്യമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത്. ആരോഗ്യമുള്ള ജനതയ്ക്കായി ആഹാരകാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ അടിസ്ഥാന ആവശ്യമല്ലേ ഭക്ഷണം? അതെ, ഭക്ഷണം കഴിക്കുന്നതിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് സാധിക്കുന്നത്? ഊർജം ലഭിക്കുന്നുണ്ടല്ലേ? അതെ, മറ്റെന്തെല്ലാമാണ്? ചിത്രം നോക്കൂ. അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ്. എന്താണ് അവർ തമ്മിൽ പറയുന്നത്? ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല. വളരുന്ന പ്രായമല്ലേ, കുറച്ചു കഴിയുമ്പോൾ ശരിയാവും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും എല്ലാം, മത്സ്യവും മാംസ്യവും എല്ലാം വേണ്ട അളവിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടത്ര പോഷകം ലഭിക്കുകയുള്ളൂ. വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നാം ഉപയോഗിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായ പോഷകം ലഭിക്കുകയുള്ളൂ. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഈ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം? ആദ്യത്തേത് ധാന്യങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. അടുത്തതോ പഴങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ. എന്തെല്ലാമാണ് തന്നിരിക്കുന്നത്? ധാന്യങ്ങളുണ്ട്, പഴങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ. ഇവയാണ് ചിത്രത്തിലുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? ഇഷ്ടമില്ലാത്തവയുണ്ടോ? എന്തുകൊണ്ടാണത് ഇഷ്ടമില്ലാത്തത്? നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം പട്ടികപ്പെടുത്തുക. പ്രഭാത ഭക്ഷണമായി നിങ്ങൾ എന്താണ് കഴിക്കാറുള്ളത്? ഉച്ചയ്ക്കോ? നിങ്ങളുടെ രാത്രി ഭക്ഷണം എന്താണ്? പട്ടികപ്പെടുത്തി നോക്കൂ. ഇഷ്ടമുള്ള ആഹാരപദാർത്ഥങ്ങൾ മാത്രമാണോ നമ്മൾ കഴിക്കേണ്ടത്? ഒരിക്കലുമല്ല. നമുക്ക് ഇഷ്ടമുള്ളവ മാത്രം കഴിച്ചാൽ ആവശ്യത്തിന് പോഷകം ലഭിക്കുമോ? ഇല്ല. കുട്ടികൾ തമ്മിലുള്ള ഈ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണ്. എനിക്കിഷ്ടം പുട്ടും പഴവുമാണ്. ഞാൻ ദിവസവും ന്യൂഡിൽസ് കഴിക്കാറുണ്ട്. അമ്മ എനിക്ക് എന്നും ന്യൂഡിൽസ് ഉണ്ടാക്കി തരും. 3 പേരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചെങ്കിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കുകയുള്ളൂ. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് എല്ലാ പോഷക ഘടകങ്ങളും അത്യാവശ്യമാണ്. എന്തിനാണ് നാം ആഹാരം കഴിക്കുന്നത്? എന്തിനാണ് കൂട്ടുകാരെ? നമുക്ക് ഊർജം കിട്ടാനല്ലേ? ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ഊർജം ലഭിക്കുമല്ലേ? തന്നിരിക്കുന്ന ഈ കുറിപ്പൊന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ ആരോഗ്യം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു.
നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. എന്താണ് ഈ കുറിപ്പിൽ പറയുന്നത്? എന്തിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ആഹാരത്തിലൂടെയാണല്ലേ? അതെ, അതിനാലാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. നോക്കൂ, പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ്? ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ: കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവയാണ്. ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ. വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എന്താണ് കൂട്ടുകാരെ? എന്തിനാണ് നമ്മൾ വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത്? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാലാണ് നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരപദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നത്. എന്താണ്? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും എല്ലാ പോഷക ഘടകങ്ങളും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കി കഴിക്കുന്നത്. നാം എന്തിനാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ് കൂട്ടുകാരെ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളുടെ അളവും, കഴിക്കുന്ന സമയവും, വൈവിധ്യവും, ഗുണമേന്മയും എല്ലാം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തിനാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? ആഹാരം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതിനാലാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്. ഊർജം ലഭിക്കാൻ, വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നാം ആഹാരം കഴിക്കുന്നത്? അല്ല അല്ലേ? നമുക്ക് ഊർജം ലഭിക്കാനാണ് നാം ആഹാരം കഴിക്കുന്നത്. എന്തിനാണ് നമുക്ക് ഈ ഊർജം? ഒരു ദിവസം നമ്മൾ എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്യുന്നത്? ഈ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ഊർജം ആവശ്യമാണ്. ചിത്രം നോക്കൂ. പഠിക്കുന്നു, കളിക്കുന്നു. കളികൾ തന്നെ പല രീതിയിലുണ്ട്. ഊർജം കുറച്ച് വേണ്ടവ, ഊർജം കൂടുതൽ വേണ്ടവയുമുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമുക്ക് ഊർജം ആവശ്യമാണ്. ഇവയ്ക്കെല്ലാം ഒരേ അളവിലല്ല ഊർജം ആവശ്യമായിട്ടുള്ളത്. നന്നായി ഓടിക്കളിക്കണമെങ്കിൽ നല്ലവണ്ണം ഊർജം ആവശ്യമാണ്. ഈ ഊർജമെല്ലാം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആഹാരത്തിൽ നിന്നാണെന്ന് നമുക്കറിയാം. ആഹാരത്തിലെ പോഷക ഘടകങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കി. ആ പോഷക ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് ഊർജം ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് ഏത് പോഷക ഘടകത്തിൽ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. എന്താണ് കാർബോഹൈഡ്രേറ്റ്? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? നമുക്ക് നോക്കാം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ഏതെല്ലാം രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ ഉള്ളത്? നാരുകളുടെ രൂപത്തിലുണ്ട്, അന്നജത്തിന്റെ രൂപത്തിലുണ്ട്, പഞ്ചസാരയുടെ രൂപത്തിലുണ്ട്, ഗ്ലൂക്കോസിന്റെയും സെല്ലുലോസിന്റെയും രൂപത്തിലുണ്ട്. ഈ അന്നജവും പഞ്ചസാരയും ഗ്ലൂക്കോസുമെല്ലാം ഏതുതരം ഭക്ഷ്യവസ്തുക്കളിലാണ് ഉള്ളത്? ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ ഇവയിലാണ് കൂടുതൽ അന്നജം അടങ്ങിയിരിക്കുന്നത്. ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും കൂടുതൽ അന്നജം അടങ്ങിയിരിക്കുന്നു. നമുക്ക് ആവശ്യമായ ഊർജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണെന്ന് മനസ്സിലായോ? ഊർജം കൂടുതൽ ലഭിക്കണമെങ്കിൽ ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും കഴിക്കണം. എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജമുണ്ടോ? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജം ഉണ്ടാകില്ല. മാത്രമല്ല,
അന്നജം അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ഒരേ അളവിലുമല്ല ഉണ്ടാകുന്നത്. വ്യത്യസ്ത അളവുകളിലാണ് അന്നജം അടങ്ങിയിരിക്കുന്നത്. ഞാൻ എന്നും പാൽ കുടിക്കാറുണ്ട്. പാലിൽ നിന്ന് അന്നജം ലഭിക്കുമോ? നിങ്ങളെപ്പോലെയുള്ള ഒരു കുട്ടിയുടെ സംശയമാണ്. പാലിൽ അന്നജമുണ്ടോ? പാലിൽ അന്നജമില്ല. പാലിൽ അടങ്ങിയിരിക്കുന്നത് ഒരു തരം പഞ്ചസാരയാണ്. ലാക്ടോസ് എന്ന് പറയുന്ന പഞ്ചസാരയാണ് പാലിൽ അടങ്ങിയിരിക്കുന്നത്. പാലിലെ പഞ്ചസാരയുടെ പേരാണ് ലാക്ടോസ്. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അന്നജമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതിനായിട്ടുള്ള ഒരു പരീക്ഷണമാണ് പാഠഭാഗത്തുള്ളത്. എന്താണ് ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യം? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജം അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയണം. അതിനായിട്ട് വേണ്ട സാമഗ്രികൾ എന്തെല്ലാമാണ്? 2 ടെസ്റ്റ് ട്യൂബ് വേണം, പാല് വേണം, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം, മറ്റു ഭക്ഷ്യവസ്തുക്കൾ. ഇവയെല്ലാമാണ് പരീക്ഷണത്തിനായി വേണ്ടത്. എന്തൊക്കെയാണ്? 2 ടെസ്റ്റ് ട്യൂബ് വേണം, ഒന്നിലൽപ്പം പാലും രണ്ടാമത്തേതിൽ അല്പം കഞ്ഞിവെള്ളവും എടുക്കണം. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കുക. അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലുമുള്ള ദ്രാവകത്തിന്റെ നിറത്തിൽ വന്ന മാറ്റം നിരീക്ഷിക്കുക. നമ്മൾ കഴിക്കുന്ന മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാലിൽ അന്നജമില്ല, പകരം എന്താണുള്ളത്? ലാക്ടോസ് എന്ന പാലിലെ പഞ്ചസാരയാണുള്ളത്. ഇനി ഭക്ഷ്യവസ്തുക്കളിൽ അന്നജമുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ഈ നേർപ്പിച്ച അയഡിൻ ലായനി തുള്ളി തുള്ളിയായി കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ചു നോക്കുക. നിറം മാറ്റം സംഭവിക്കുമോ? നിറം മാറും. അന്നജം അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അയഡിൻ ലായനി ഒഴിക്കുമ്പോൾ നീല നിറമായി മാറുന്നു. അന്നജമില്ലാത്തതിലോ നിറം മാറ്റം ഉണ്ടാകുന്നില്ല. മാത്രമല്ല, കൂടുതൽ അളവിൽ അന്നജം അടങ്ങിയിരിക്കുന്ന വസ്തുക്കളിലേക്ക് അയഡിൻ ലായനി ഒഴിക്കുമ്പോൾ നല്ല കടുത്ത നീല നിറമാണ് ഉണ്ടാവുക. അന്നജത്തിന്റെ അളവ് കുറവാണെങ്കിലോ നീല നിറത്തിന്റെ കാഠിന്യത്തിൽ മാറ്റമുണ്ടാവുന്നു. അന്നജത്തിന്റെ അളവനുസരിച്ച് നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. വേവിച്ച ഉരുളക്കിഴങ്ങ്, കപ്പ, ഏത്തപ്പഴം എന്നിവയെടുത്ത് നിങ്ങൾക്ക് ഈ പരീക്ഷണം ആവർത്തിക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങിലും കപ്പയിലുമെല്ലാം ധാരാളം അന്നജം അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കറിയാം. അരി, ഗോതമ്പ് ഇവയെല്ലാം ധാന്യങ്ങളാണ് അല്ലേ? അവയിൽ തന്നെ ചെറുധാന്യങ്ങളുമുണ്ട്. മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ. ഏതൊക്കെയാണ് ചെറുധാന്യങ്ങൾ എന്നറിയാമോ? തന്നിരിക്കുന്ന കുറിപ്പൊന്ന് വായിച്ചു നോക്കിയാലോ? ചെറുധാന്യങ്ങൾ പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ഇത് ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത്. റാഗി, ബജ്റ, തിന, ചോളം, ചാമ തുടങ്ങിയവ ചെറുധാന്യങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഏതൊക്കെയാണ് ചെറുധാന്യങ്ങൾ? റാഗി, ബജ്റ, തിന, ചോളം, ചാമ. ഈ ചെറുധാന്യങ്ങളിൽ ഉയർന്ന അളവിൽ എന്തുണ്ട്? പ്രോട്ടീൻ, വൈറ്റമിൻ, ധാതു ലവണങ്ങൾ ഇവയെല്ലാം ഉണ്ട്. നാരുകളാൽ സമ്പുഷ്ടവുമാണ്. നമ്മുടെ വളർച്ചയ്ക്കായി കാർബോഹൈഡ്രേറ്റ് മാത്രമല്ലല്ലോ വേണ്ടത്. അല്ല, പിന്നെ എന്തെല്ലാമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ? പ്രോട്ടീൻ വേണം, വിറ്റാമിനുകൾ വേണം, ധാതുക്കൾ വേണം, നാരുകൾ വേണം. നമ്മുടെ വളർച്ചയ്ക്ക് പിന്നിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ പോരാ. തന്നിരിക്കുന്ന സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കൂ. ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു. അമ്മ ഡോക്ടറോട് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത്? കുട്ടിക്ക് വളർച്ച കുറവുണ്ട്. മുട്ട,
ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായി നൽകണം. വളർച്ചയ്ക്ക് ആവശ്യമായവ എന്തൊക്കെയാണ്? മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ. ഇവയിലെല്ലാം അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണെന്നറിയാമോ കൂട്ടുകാരെ? പ്രോട്ടീൻ ആണ്. എന്താണ്? പ്രോട്ടീൻ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. എന്തിനാണ് പ്രോട്ടീൻ? ശരീര നിർമ്മിതിക്ക്, വളർച്ചയ്ക്ക്. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. എന്തിനെല്ലാമാണ്? പേശികൾ, തലമുടി, ത്വക്ക് ഇവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. വളർച്ചയ്ക്ക് മാത്രമല്ല, ശരീര നിർമ്മിതിക്ക് മാത്രമല്ല, ഊർജം പ്രദാനം ചെയ്യുന്നതിലും പ്രോട്ടീൻ പങ്കുവഹിക്കുന്നുണ്ട്. ഇനി പ്രോട്ടീൻ കുറഞ്ഞു പോയാലോ? പ്രോട്ടീന്റെ കുറവ് മൂലം ക്വാഷിയോർക്കർ മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. പ്രോട്ടീന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ക്വാഷിയോർക്കറും മരാസ്മസും. ക്വാഷിയോർക്കർ ബാധിച്ച കുട്ടിയാണ് ചിത്രത്തിലുള്ളത്. നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ അത്യാവശ്യ ഘടകമാണെന്ന് മനസ്സിലായില്ലേ? ഈ പ്രോട്ടീന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും പിന്നെയോ ഊർജം പ്രദാനം ചെയ്യുന്നുണ്ടല്ലേ? പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ കണ്ടു, ക്വാഷിയോർക്കറും മരാസ്മസുമാണ്. ഇനി പ്രോട്ടീൻ അടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കളിലാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്? നോക്കൂ. ചെറുപയർ, പനീർ, കശുവണ്ടി, നിലക്കടല, മാംസം, മത്സ്യം, മുട്ട, പാൽ. ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കളിലാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്? ചെറുപയർ, പനീർ, കശുവണ്ടി, നിലക്കടല, മാംസം, മത്സ്യം, മുട്ട, പാൽ ഇവയിലെല്ലാം പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. കൂട്ടുകാരെ, ഇവയിൽ ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താറുള്ളത്? നിങ്ങളിൽ ചിലരെങ്കിലും സസ്യാഹാരികളില്ലേ? അവരിൽ പ്രോട്ടീന്റെ കുറവുണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം? ചെറുപയർ, കശുവണ്ടി, നിലക്കടല, പനീർ തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ 2 പോഷക ഘടകങ്ങളെ കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഏതെല്ലാമാണവ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മറ്റൊരു പോഷക ഘടകമാണ് കൊഴുപ്പ് അഥവാ ഫാറ്റ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ തന്നെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഊർജം നമുക്ക് ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണ്. 100 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം, 100 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, 100 ഗ്രാം കൊഴുപ്പടങ്ങിയ ഭക്ഷണമാണെന്ന് കരുതുക. ഇവയിൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിൽ നിന്നാണ്. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമ്മുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്നറിയാൻ ഒരു പ്രവർത്തനം ചെയ്യാം. ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കുക. പേപ്പർ നിരീക്ഷിച്ചു നോക്കൂ. അതുപോലെ ഒരു പേപ്പറിൽ നെയ്യും ഒഴിക്കുക. എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം നിരീക്ഷിച്ച് കൊഴുപ്പിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും. താഴെ പട്ടികയിൽ ചില ഭക്ഷ്യവസ്തുക്കൾ തന്നിട്ടുണ്ട്. അവ ഇതുപോലെ പരീക്ഷണം ചെയ്ത് അതിന്റെ നിരീക്ഷണ ഫലം പട്ടികപ്പെടുത്തണം. ചിപ്സിൽ കൊഴുപ്പുണ്ടോ? പച്ചവാഴയ്ക്ക, ചതച്ച എള്ള്, ഉണങ്ങിയ തേങ്ങ, ചതച്ച നിലക്കടല ഇവയിൽ ഏതെല്ലാം വസ്തുക്കളിലാണ് കൊഴുപ്പുള്ളത്? നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേര് കൂടി എഴുതൂ. നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ എണ്ണ,
നെയ്യ്, മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാൽ, വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ഇവയിലെല്ലാം എന്തുണ്ട്? കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. നാളികേരം, അതിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? വെളിച്ചെണ്ണ അല്ലേ? തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ. അടുത്തത് എന്തിന്റെ ചിത്രമാണ്? നെയ്യ്, മത്സ്യ എണ്ണ, പാൽക്കട്ടി, സൂര്യകാന്തി. സൂര്യകാന്തിയുടെ വിത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സൂര്യകാന്തി എണ്ണ ലഭിക്കുന്നു. ഇവയെ നമുക്ക് സസ്യജന്യ കൊഴുപ്പുകളെന്നും ജന്തുജന്യ കൊഴുപ്പുകളെന്നും തരംതിരിച്ചെഴുതാം. ഇവയിൽ ഏതെല്ലാമാണ് സസ്യജന്യ കൊഴുപ്പുകൾ? വെളിച്ചെണ്ണ, പിന്നെയോ സൂര്യകാന്തി എണ്ണ. ഇവയെല്ലാം സസ്യജന്യ കൊഴുപ്പുകളാണ്. പിന്നെ എന്തെല്ലാമാണുള്ളത് സസ്യജന്യ കൊഴുപ്പുകൾ? ചില സസ്യങ്ങള് അവയുടെ വിത്തില് കൊഴുപ്പ് സംഭരിക്കാറുണ്ട്. അങ്ങനെയുള്ളവയാണ് നിലക്കടല, കടുക്, എള്ള്, തേങ്ങ എന്നിവ. എള്ളിൽ നിന്നും കടുകിൽ നിന്നുമെല്ലാം എണ്ണ എടുക്കാറുണ്ടല്ലേ? ഇവയെല്ലാം സസ്യജന്യ കൊഴുപ്പുകളാണ്. മൃഗക്കൊഴുപ്പുകളോ? നെയ്യ്, വെണ്ണ, പാൽ, മാംസം, മുട്ട, പാൽക്കട്ടി ഇവയെല്ലാം മൃഗക്കൊഴുപ്പുകളാണ്. പച്ചക്കറിയിലും അരിയിലും ഗോതമ്പിലും തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുന്നത് നല്ലതാണോ? ഒരിക്കലുമല്ല. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ടോ? കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. എന്താകാം കാരണം? കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാവും. അപ്പോൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. കാരണം എന്താണ്? കൂടുതൽ കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകും. കൊഴുപ്പ് രക്തക്കുഴലുകളുടെ അകത്ത് അടിഞ്ഞുകൂടി പലതരത്തിലുള്ള ഗുരുതര രോഗങ്ങൾ ഉണ്ടാകും. ഏതൊക്കെയാണത്? ഹൃദ്രോഗം, പക്ഷാഘാതം ഇവയെല്ലാം ഗുരുതര രോഗങ്ങളാണ്. അതിനാൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം മിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.